പാർലമെന്റിൽ കരുത്ത് കൂട്ടാൻ ഇന്ത്യയെ തൃണമൂൽ വിമത എംപിമാർ ഇന്ത്യയെ പിന്തുണയ്ക്കും. ഇന്ത്യക്കൊപ്പം ചേരാൻ അഭ്യർത്ഥിച്ച സ്പീക്കർക്ക് കത്ത് നൽകി. അതേസമയം മമതയ്ക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. വിമത എംപിമാരെ കാണാൻ ബംഗാൾ മുഖ്യമന്ത്രിയും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചേരുകയാണ്. ആദർശ്, അടിതെറ്റിയിരിക്കുകയാണ്, തകർന്നടിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ എന്ന് പറയാം. അതേസമയം തന്നെ കരുത്ത് കൂട്ടാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇന്ത്യയെ, അല്ലേ? കെ.പി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിലെത്തി ഈ തൃണമൂൽ കോൺഗ്രസ് എംപിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശതാബ്ദി റോയ് എംപിയുടെ വസതിയിലാണ് അദ്ദേഹം ഈ തൃണമൂൽ എംപിമാരെ കാണുന്നതിനായി എത്തിയത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം 20 എംപിമാർ ഒപ്പിട്ട കത്താണ് സ്പീക്കർക്ക് നൽകിയത്. അവർ NDAയ്ക്കൊപ്പം ചേരുന്നു എന്ന് ആ കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 2 എംപിമാർ കൂടി ഈ നീക്കത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും 28 തൃണമൂൽ കോൺഗ്രസ് എംപിമാരിൽ 22 പേർ NDAയ്ക്കൊപ്പം ചേരണം എന്നുള്ള കത്ത് സ്പീക്കർക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് KP പറഞ്ഞതുപോലെ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ തകർച്ചയുടെ ആക്കം കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. നിലവിൽ എന്തായാലും NDAയ്ക്ക് ഈ പിന്തുണ അതൊരു വലിയ കരുത്തായി മാറും എന്നുറപ്പാണ്. കാരണം പാർലമെൻറ്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ ഒരു 300-ൽ ഭൂരിപക്ഷം കടന്ന് മുന്നേറുമ്പോൾ അത് നേരത്തെ തന്നെ പലപ്പോഴും പല ബില്ലുകളും ആ ബില്ലുകളൊക്കെ അത് വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിലായാലും ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇത്തരം ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളതും വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി മാറും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് ശേഷം ആ പാർട്ടി വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. പ്രത്യേകിച്ച് നേതാക്കൾക്കെതിരെയുള്ള കേസ്, അത് പാർട്ടിയുടെ ദേശീയ നേതാക്കളായാലും പ്രാദേശിക നേതാക്കളായാലും ഒക്കെ വലിയ കേസുകൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അഴിമതി മുതൽ കൊലപാതകം വരെയുള്ള കേസുകൾ പോലും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുണ്ട്. ഈ കേസുകളിലൊക്കെ പശ്ചിമബംഗാൾ പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒക്കെ അന്വേഷണം നടത്തുകയാണ്. പല നേതാക്കളെയും ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എംപിമാർ ഉയർത്തുന്ന ഈ ഒരു കലാപം ഇത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ നാശത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും ഒക്കെ ഈ എംപിമാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും എംപിമാർ ഈ അനുനയ നീക്കങ്ങളിലൊന്നും തന്നെ വീണില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ NDA ബ്ലോക്കിനൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും പശ്ചിമബംഗാൾ നിയമസഭയിൽ ഈ 80 തൃണമൂൽ കോൺഗ്രസ് MLAമാരിൽ ഏകദേശം 59ഓളം പേർ ചേർന്ന് ഋതുപ്രതാ ബാനർജിയെ അവരുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് പാർട്ടിയുടെ എംപിമാരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത്. എംപിമാർ പക്ഷേ NDAയ്ക്കൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ സ്പീക്കർ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് NDA പക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിൽ എത്തിയതോടുകൂടി ഈ നീക്കങ്ങൾ വേഗത്തിലാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇനി മറ്റ് BJP നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്ന എംപിമാരുമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് അവരെ NDA പക്ഷത്തേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ ഈ എംപിമാരും BJP നേതൃത്വവുമായിട്ട് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ തകർച്ച തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. KP ഡൽഹിയിൽ നിന്ന് ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്.